അഭിലാലിനൊപ്പം നേരത്തെ ഹെൽമറ്റ് ധരിച്ച് വാഹനം ഓടിച്ച ആ ഡ്രൈവർ കൂടി ചേരുന്നുണ്ട്. അഭിലാൽ, എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? ഷിബു തോമസ് പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് പുറപ്പെട്ട KSRTC ബസ്സിലെ ഡ്രൈവറാണ്. അദ്ദേഹമാണ് ഹെൽമറ്റ് വെച്ച് വാഹനം ഓടിച്ചത്. ഏറെ പ്രതീക്ഷിച്ച് തന്നെ യാത്ര പുറപ്പെടുകയായിരുന്നു അല്ലേ? അതെ 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 അപ്പോൾ ഹെൽമെറ്റ് സാറിന് നമ്മൾ BS അവിടെ വെച്ചിട്ട് സാറിന് വരുന്നത്. അപ്പോൾ ഇന്ന് അപ്പോൾ എന്തും സംഭവിക്കാമല്ലോ. അപ്പോൾ ഞാനത് ഒരു ഹെൽമെറ്റ് എടുത്ത് വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചു. അപ്പോൾ ഒരു ആനന്ദപ്പള്ളിക്ക് കഴിഞ്ഞപ്പോൾ ആനന്ദപ്പള്ളി പന്നിവഴി ആയപ്പോഴത്തേന് ഞാൻ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ചു. എന്തെങ്കിലും പ്രതിഷേധ സൂചന കണ്ടിട്ടാണോ വെച്ചത്? അല്ല, ഉണ്ടാവും നമുക്കറിയാമല്ലോ, കാരണം ഇതൊരു ആണല്ലോ, സംഭവമാണല്ലോ. അപ്പം അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എടുത്ത് തല വെച്ചത്. കാരണം ബന്ധം ഹർത്താലൊക്കെ വരുമ്പം എന്തും സംഭവങ്ങൾ നടക്കാമല്ലോ, അത് പ്രദേശത്ത് തന്നെ വെച്ചത്. മുൻപും ഈ സമര ദിവസങ്ങളിൽ ഇങ്ങനെ ഹെൽമെറ്റ് വെച്ചിരുന്നോ? ഇല്ല 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 വെച്ചിട്ടില്ല, ഇല്ല. ഇവിടെ വന്നപ്പോൾ സ്ഥിതി എന്തായിരുന്നു? സമരാനുകൂലികൾ വാഹനം തടഞ്ഞു. നമ്മൾ അടൂർ ഡിപ്പോയിലോട്ട് കയറിയപ്പോൾ വണ്ടി തടഞ്ഞു. കയറാനൊക്കെ ഒന്ന് വണ്ടി ഓടാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വണ്ടി തടഞ്ഞു. എന്നിട്ട് വണ്ടി അവരെന്നെ അവതര കയറ്റി അവിടെ ഇടാൻ പറഞ്ഞു. സാധാരണ ദിവസങ്ങളിൽ ഇരുചക്ര വാഹനത്തിലാണ് ഡ്യൂട്ടിക്ക് എത്തുന്നത്. അതെ 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 കുമ്പളാമ്പയിൽ നിന്ന് ഇരുചക്ര വാഹനത്തിലെത്തും. ആ ഹെൽമെറ്റ് എവിടെയായിരിക്കും സൂക്ഷിക്കുന്നത്? അത് ഇവിടെ പത്തനംതിട്ട VS വെഹിക്കിൾ സൂപ്രണ്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സാറിന് എല്ലാവരും ഹെൽമെറ്റ് അവിടെ വെക്കുന്നത്. അപ്പം വണ്ടി വെച്ചാൽ ഹെൽമെറ്റ് മോഷണം പോകുന്നുണ്ട്. ഇപ്പം പത്തനംതിട്ട അപേക്ഷിച്ചാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് തന്നെ മോഷണം പോയി, അത് കിട്ടി. പക്ഷെ അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് പോലും അവിടെ വെക്കാൻ പറ്റില്ല. അപ്പം VS-ന്റെ റൂമിൽ നമ്മൾ ഹെൽമെറ്റ് വെച്ച് സൂക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ ഇന്ന് സമരം വന്ന ദിവസം തലയ്ക്കും സുരക്ഷിതമായി ഹെൽമെറ്റ് സേഫ് ആയിരിക്കുകയും ചെയ്യും അല്ലേ? അതെ അതെ. അപ്പോൾ അതെ 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 നമ്മൾ വന്ന വാഹനം ഇവിടെ തടഞ്ഞിട്ട് യാത്ര തടസ്സപ്പെട്ടു. യാത്ര അപ്പം വണ്ടിക്കകത്ത് ഒരു 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ തടയുന്ന ആൾക്കാർ ബാക്കിൽ നിന്ന് ഇറങ്ങി അവരും ഇറങ്ങിപ്പോയി. പക്ഷെ നമ്മൾ വണ്ടി സ്റ്റാൻഡിൽ കയറ്റിയപ്പോൾ യാത്രക്കാരെ കാണാനില്ല. അപ്പോൾ ഇടയ്ക്കൊരു 5-6 പേരുണ്ടായിരുന്നു. അപ്പം പലയിടത്തോടെ അവർ ഇറങ്ങി വന്നു. അപ്പോൾ സ്റ്റാൻഡിൽ കയറിയപ്പോൾ യാത്രക്കാരെ കാണില്ല. അപ്പം ഞാനും കണ്ടക്ടർ സാറും മാത്രമേ ഉള്ളത്. കണ്ടക്ടറോട് നമ്മോടൊപ്പം ചേരുന്നു. ഒരു ഹെൽമെറ്റ് കൂടി വെക്കാമായിരുന്നു. എനിക്ക് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അന്നേരം നടന്നില്ല. ഹെൽമെറ്റ് ഇല്ലായിരുന്നോ? എൻ്റെ വണ്ടികളുണ്ട്, വണ്ടിയിൽ അവിടെ വെച്ചിട്ടാണ് വരുന്നത്, പത്തനംതിട്ട വെച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഹെൽമെറ്റ് കൊണ്ടുവന്നില്ല. അദ്ദേഹം ഹെൽമെറ്റ് വെച്ച് അദ്ദേഹത്തിനാണല്ലോ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. എന്ന് വെച്ചാൽ അഥവാ ആരെങ്കിലും കല്ലെറി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനാണോ കൊള്ളുന്നത്. അതുകൊണ്ട് അദ്ദേഹം സേഫായി, സന്തോഷം. ആരാണ് ഈ ദൃശ്യങ്ങൾ എടുത്തത്? ആരാണ്? യാത്രക്കാരാണോ? ഞാൻ ഒരു ഫോട്ടോ എടുത്തത് ഞാനായിരുന്നു. വീഡിയോ എടുത്തത് വേറെ ഒരു യാത്രക്കാരൻ എടുത്തതാണ്. യാത്രക്കാരനാണ് വീഡിയോ എടുത്തത്. അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ നിന്നും രാവിലെ 5:30 പുറപ്പെട്ട KSRTCയുടെ ബസ് കൊല്ലത്തേക്കുള്ള ബസ്സായിരുന്നു. അതിലെ ഡ്രൈവർ ഷിബുവും അതോടൊപ്പം തന്നെ കണ്ടക്ടറുമാണ് നമ്മോട് സംസാരിച്ചത്. അദ്ദേഹമാണ് ഏറെ പ്രതീക്ഷിച്ച് ഒരുപക്ഷേ യാത്രക്കിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെയുള്ള യാത്രയായതുകൊണ്ട് തന്നെ ആ ഹെൽമെറ്റ് വെക്കുകയായിരുന്നു. കൗതുകവും ഒരു തമാശയും ഒക്കെ തോന്നുന്നു എങ്കിലും സ്വജീവന് രക്ഷ നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഷിബു തോമസ് ആ പ്രവൃത്തി ചെയ്തത്.